നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇംഗ്ലണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രഞ്ജിത്ത് സജീവ്, ജോണി ആൻ്റണി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ വൈഗ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു UK എന്ന ഒരു സിനിമ കേരളത്തിൽ വരുന്നുണ്ട്. കാരണം UK പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം UK ഗവൺമെൻറ് അങ്ങനെയൊരു ആനുകൂല്യം വിദേശ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും നഴ്സുമാർക്കും കൊടുത്തതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള മലയാളികൾ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് UK പോയിട്ട് ജോലി ചെയ്യുന്നത്. ഒരുപാട് വിദ്യാർത്ഥിനികൾ ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെച്ചിട്ട് അവിടുത്തെ സർവകലാശാലയിൽ പഠിച്ച് അവിടെ തന്നെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഒരുപാട് കുറയ്ക്കാൻ പോവുകയാണ്. ഇനി മുതൽ ഇന്ത്യക്കാരായിട്ടുള്ള നഴ്സുമാരെയും ഡോക്ടർമാരെയും എടുക്കുന്നില്ല എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം. കാരണം അത് ഒരു കുടിയേറ്റ കോളനിയായിട്ട് മാറിക്കഴിഞ്ഞു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ആളുകളും UK വന്നിട്ട് അവരുടെ സംസ്കാരം പൂർണ്ണമായിട്ടും കാർന്നു നിന്ന് അവർക്കുള്ള ആനുകൂല്യങ്ങൾ വലിച്ചെടുത്ത് അവർക്ക് കിട്ടാനുള്ളതെല്ലാം അവരിൽ നിന്ന് പിടിച്ചെടുത്ത് പോകുന്ന ഒരു സംവിധാനം ആണ് പൊതുവെ കണ്ടുവരുന്നത്. അത് അപ്രകാരം അങ്ങനെ തന്നെ വരും. കാരണം ഇന്ത്യക്കാരെല്ലാം UK പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യും? അവിടുത്തെ വെള്ളക്കാർക്ക് പിന്നെ ജോലി ഉണ്ടാവില്ല. കാരണം വെള്ളക്കാരെക്കാട്ടും കൂടുതലായിട്ട് വിദ്യാഭ്യാസം നമ്മുടെ ആളുകൾ കരസ്ഥമാക്കിയിരിക്കുന്നതുകൊണ്ട് അവർക്ക് ആർക്കും ജോലി ഉണ്ടാവില്ല. കാലക്രമേണ ഒരു തൊഴിലില്ലായ്മ അവരുടെ നാട്ടുകാരുടെ ഇടയിൽ വരും. നമ്മുടെ ആളുകൾ അവിടെ പോയി പച്ച പിടിക്കുകയും ചെയ്യും. കാരണം നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം പേർക്കും തൊഴിലില്ലാത്തതുകൊണ്ടും തൊഴിലില്ലായ്മ ഇവിടെ വളരെ രൂക്ഷമായതുകൊണ്ടും വിദേശത്തേക്ക് പോകാൻ വേണ്ടി 24 മണിക്കൂർ മുട്ടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം പ്രൊഫഷണൽ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ വിദേശത്ത് മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതാണ് പൊതുവെ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഏത് രാജ്യത്ത് പോകാനും തയ്യാറായിട്ട് ചെറുപ്പക്കാർ മുട്ടി നിൽക്കുകയാണ്. പക്ഷേ എന്താ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളക്കാരുടെ നാട്ടിൽ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. നമ്മളെ അവർ പറഞ്ഞു വിടും. അതിപ്പോൾ കാനഡയിലും അമേരിക്കയിലും UK ആ സംവിധാനം വരാൻ പോവുകയാണ്. അമേരിക്കയിലേക്ക് ഓൾറെഡി ആ സംവിധാനം വന്നു. അവിടെ ഇനി സ്റ്റുഡൻറ്റ് വിസ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. UK ഇനി PR കിട്ടണമെന്നുണ്ടെങ്കിൽ 10-14 വർഷം കാത്തിരിക്കണം. ഇനി എല്ലാം കഠിനമാകാൻ പോവുകയാണ്. കാരണം കാണുന്നവനൊക്കെ അങ്ങോട്ടങ്ങ് പോവുകയാണ്. അത് വല്ലാത്തൊരു കഷ്ടമാണ്. കാരണം എല്ലാത്തിനും ഒരു പരിമിതിയില്ലേ. UK പോയെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നത് തന്നെ ശുദ്ധ മടയത്തരമാണ്. അങ്ങനെ ചിന്തിക്കുന്നവരാണ് അധികം പേരും. അതാണ് അവർക്ക് ഈ തിരിച്ചടിയൊക്കെ വരുന്നത്. ഏതായാലും ഈ സിനിമ വലിയ തരംഗമായിരിക്കുമെന്ന് വിചാരിക്കുന്നു.